എന്നെ വീട്ടിൽ വിളിക്കുന്നത് താമര എന്നാണ്. മണിച്ചേട്ടനെ ലോട്ടസ് എന്ന് വിളിക്കുന്നത്, അത് വേറെ കാര്യം. ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഏതാണ്? ആരാരും ആവാത്ത കാലത്ത്. ഞാൻ പാടിയില്ല. ആരാരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നുകൊണ്ട് എൻ്റെ കുടുംബത്തിന് പട്ടിണി മാറ്റിയ നിർത്ത് 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 എങ്ങനെയാണ് അപ്പം പാട്ട് പാടി. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. ഇതിലെ വരികൾ പോലെ തന്നെ എൻ്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റിയ ദൈവമാണ് ഈ ഓട്ടോ വണ്ടി. അതെ അതെ, അത്രയും ലിറിക്സിൽ അത് വളരെ കൃത്യമായിട്ട് എല്ലാവരും പറയും, എല്ലാവരും ചൊല്ലും. അതൊന്നും ഒരു ചൊല്ലാവില്ല, പറച്ചിലാവില്ല, ചിലപ്പോൾ എഴുതുമ്പോൾ വരികളാവില്ല. ശബരിമലയിൽ വാഴും പരമ്പൊരുളേ ശരണം, ആടിപ്പാടി ഞങ്ങൾ വരുന്നേ. പാലക്കാട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ മുമ്പ് ചുവന്ന മണ്ണ് കൊണ്ടുവന്ന് വെട്ടി ഈ മിറ്റം മുഴുവൻ മെഴുകും. എന്നിട്ട് ചാണകം മെഴുകി ചിരട്ടി ഉരച്ച് ഒരു പ്രത്യേക ഒരു സുഖമുള്ള സുന്ദരമായൊരു മിറ്റം ഉണ്ടാവും. അപ്പം കെട്ടിയിട്ട വേലിന്ന് പീച്ചിങ്ങ രണ്ടു വലിച്ചിട്ട് മാന്തളും പീച്ചിങ്ങയും കൂടെ വറ്റിച്ച് തിന്നില്ലടി നമ്മൾ. അന്നക്കാവടി, ആർമുഖക്കാവടി, ചിന്നക്കാവടി, ചിത്തിരക്കാവടി, ആനന്ദമായുള്ളൊരത്ഭുതക്കാവടി, പൊന്മുരുക നിന്റെ പാൽക്കാവടി. മലയാളക്കരയിലെ മണി കണ്ട ഭഗവാനെ, മലമേലെ ജ്വലിക്കുന്ന മാണിക്യമേ, മലയിൽ വിളങ്ങുന്ന മണിവിളക്കേ. നാടൻ പാട്ടുകൾ മലയാളിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സവിശേഷമായിട്ടുള്ളൊരു ജോണറാണ്. നാടൻ പാട്ടുകളിലെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ അനശ്വരനായ ശ്രീ കലാഭൻ മണിയായിരുന്നു. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടി മണിച്ചേട്ടനോട് ഒരുപാട് സൗഹൃദമുണ്ടായിരുന്ന ഒരു വലിയ കലാകാരനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മണിത്താമര എന്നാണ്. സ്വാഗതം. നമുക്ക് പേരിൽ തന്നെ തുടങ്ങാം. മണിത്താമര എന്ന പേരിൽ തന്നെ കലാഭവൻ മണി എന്ന വലിയ മനുഷ്യനോടുള്ള നിങ്ങളുടെ ഒരു ആത്മബന്ധം അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആ പേര് എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ ചേർന്നത്? എൻ്റെ പേര് ചെന്താമര എന്നാണ്. എൻ്റെ മുത്തച്ഛൻ ഇട്ട പേര്, ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ട് ഇട്ട പേര് ചെന്താമരയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് കുളമുണ്ട്, അവിടെ നിന്നാണ് എന്നെ പ്രസവവേദന എടുത്ത് പകുതി പ്രസവിച്ച അമ്മ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ പ്രസവിച്ച ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടിട്ട് വരാ ചെന്താമര. പക്ഷേ മണിത്താമര എന്ന് പറഞ്ഞാൽ ഏട്ടന് വേണ്ടി കുറച്ച് പാട്ടുകൾ ചെയ്യുകയും കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെ നടൻ ടിനി ടോം സാർ എന്നെ കൊണ്ടുവരികയും ചെയ്തിട്ട് ആ സമയത്താണ് ഞാൻ മണിത്താമര പറഞ്ഞൊരു ആൽബം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ചേർത്തി ഇട്ട് തന്ന പേരാണ് മണിത്താമര. കാരണം സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ എത്ര ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത്രയോ ഇഷ്ടമാണ്. അതുപോലെയാണ് മണിച്ചേട്ടനെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അങ്ങനെയാണ് ആ ഒരു ആൽബം മരണശേഷം ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ ഇട്ട ഒരു പേരാണ് ഈ മണിത്താമര എന്നുള്ളത്. അങ്ങനെയാണ് ചെന്താമര എന്നുള്ളൊരു പേര് മാറി മണിത്താമരയാവുന്നത്. ഇപ്പം ചെന്താമര വല്ല ബാങ്ക് കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മക്കളുടെ സ്കൂളിൻ്റെ കാര്യങ്ങൾക്കോ നമ്മുടെ ഇങ്ങനെ അതിന് മാത്രമേ ഇപ്പോൾ ചെന്താമര, മറ്റൊക്കെ എല്ലാവർക്കും കൊച്ചുകുട്ടി ഇതേ മണിത്താമര കൊണ്ടിട്ടാണ്. ഞാൻ ഇപ്പം ഇന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞു, ഇത് മണിത്താമര, നിങ്ങൾ മണിത്താമരല്ലേ എന്ന് പറഞ്ഞു. ആ ഒരു കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടേ പോകണെന്നെ. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഒരു സന്തോഷം തരുന്ന നിമിഷങ്ങൾ. മണിത്താമരയുടെ വീട് പാലക്കാടാണ്. പാലക്കാട് നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ നാടൻ പാട്ടുകൾ എഴുതുന്നു, നാടൻ പാട്ടുകൾ പാടുന്നു, ചെറിയ ചെറിയ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നു, ഭജന പാടുന്നു, ഭജനകൾ പാടുന്നു, അയ്യപ്പൻ്റെ പാട്ടുകൾ, സിനിമാ പാട്ടിനെ തിരിച്ചു പാടുന്നു. പാലക്കാട് എവിടെയാണ് ശരിക്കും? പാലക്കാട് മേലാർക്കോട് ഇരട്ടക്കുളം പറഞ്ഞൊരു മണിച്ചേട്ടൻ പറഞ്ഞു ചെരിഞ്ഞും മറിഞ്ഞും വലഞ്ഞും തിരിഞ്ഞൊക്കെ കിടക്കുന്ന ഒരു ഗ്രാമമാണത്. ആ ഗ്രാമത്തിലാണ് എൻ്റെ വീട്. അത് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടോ, ഇപ്പോഴും ഇങ്ങനെ ഉണ്ടല്ലേ എന്ന് പറയും. പാലക്കാടിന്റെ സ്ലാങ്ങിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. തൃശ്ശൂർ പോലെ തന്നെ പാലക്കാട്. അതെ അതെ, എനിക്ക് തോന്നുന്നു കലാഭവനവാസം മണിച്ചേട്ടനും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മണിച്ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഡയലോഗില് മണിച്ചേട്ടന്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു. മണിച്ചേട്ടൻ നിങ്ങളുടെ ഒരു സ്ലാങ് ഉപയോഗിച്ചിട്ട് ഈ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതെന്താണ്ടാ ചെന്താമരേ, നിന്റെ നാടൊക്കെ എന്താ ഒരു രസമാണ്ടാ. ഔ, ഇതിന് മുമ്പേ ഞാൻ വരായിരുന്നു കേട്ടാ നിന്റെ നാട്ടിലേക്ക്. എന്താണ്ടാ നീ ഇത്ര വൈകിട്ട് എൻ്റെ അടുത്ത് വരാൻ? അയ്യോ, അത് പറയണ്ട, സങ്കടമാവും നമുക്ക്. ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. ആ സത്യമായിട്ട് പറയാം സാറേ, മണിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഞാൻ എന്നെ കൊണ്ടാവുന്ന ആ അത്രയും നല്ലൊരു പാട്ട് കൊടുത്തില്ല ഞാൻ എങ്ങനെ വരും? അതിന് ഞാൻ ഇപ്പോഴും പറയണു, കബീർക്ക, സതീഷേട്ടൻ, മണിച്ചേട്ടൻ, ഈ മൂന്നാളില്ലെങ്കിൽ ഇന്ന് ഞാൻ ഇത്തിരി നല്ല വസ്ത്രമോ നല്ല ഡ്രസ്സോ കഞ്ഞിയോ കുടിക്കില്ല. പിന്നെ ടിനി ടോം പറഞ്ഞ വ്യക്തി കോമഡി ഉത്സവത്തിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തപ്പോൾ ഇന്ന് ഞാൻ ദൈവടി ഇരിക്കുന്നു. ഇതാണ് സത്യമാണ്, ഞാൻ പറഞ്ഞ സത്യമാണ്. കലാകാരൻ നമ്മളിപ്പോൾ ഒരു 10 ആളായി അങ്ങനെ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ അതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കയ്യിലിരിപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ കയ്യിലുള്ള കഴിവുകൾ എന്താണെന്ന്. അത് ഓരോന്നോരായിട്ട് പുറത്ത് വിടാനുള്ളൊരു വേദിയും അവസരം നമുക്ക് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ പാട്ടുകളൊക്കെ പാടി അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പേര് മുതൽ ഒരുപാട് കാര്യങ്ങളിൽ കലാഭവൻ മണി വലിയ സ്വാധീനം ചെലുത്തി. പിന്നെ അദ്ദേഹത്തെ പറ്റി എപ്പോൾ ഓർമ്മിച്ചാലും നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകും, അത്രയും അടുപ്പമായിരുന്നു.
അപ്പോൾ എങ്ങനെയായിരുന്നു മണിച്ചേട്ടനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്? മണിയുടെ ഒരടുത്തേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തുന്നത്? ആദ്യം എത്തുന്നത് കബീർ ഖാനെ വിളിച്ചിട്ടാണ്. കബീർ ഖാൻ, സതീഷ് ചേട്ടൻ, ആ. അവരാണല്ലോ മണിച്ചേട്ടനെ വെച്ച് മാരുതി ഓക്കെ കാസറ്റ്. ഓക്കെ ഓക്കെ. ഏട്ടൻ്റെ നമ്പർ കിട്ടി, ഞാൻ വിളിച്ചു. വിളിച്ചപ്പോൾ ആരാ ഏട്ടാ, ഞാൻ താമരയാണ്. എന്നെ വീട്ടിൽ വിളിക്കുന്നത് താമര എന്നാണ്. മണിച്ചേട്ടനെ ലോട്ടസ് എന്നാണ് വിളിക്കുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഏതാണ്? ആരാരും ആവാത്ത കാലത്ത്. ഞാൻ പാടിയില്ല. ആരാരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നുകൊണ്ട് എൻ്റെ കുടുംബത്തിന് പട്ടിണി മാറ്റിയ നിർത്ത് എങ്ങനെയാണ്? അപ്പോൾ പാട്ട് പാടി 2 വരി ഞാൻ ഒന്ന് മൂളിത്തരാം. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ൻ്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തി ഒരോട്ടോ വണ്ടി. എൻ്റെ ഇപ്പോഴും ഞാൻ ആലോചിക്കണം, നീ എവിടെയാണുള്ളതെന്ന് ചോദിച്ചു. പാലക്കാടാണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം തന്നെ സതീഷിൻ്റെ നമ്പർ കൊടുക്കാം. എന്നെ മാരുതി കാസറ്റ് സതീഷ് വിളിക്കട്ടെ. അങ്ങനെ നമ്പർ തന്നു. ഇന്ന് കബീർക്ക് ഇല്ല, മരണപ്പെട്ടു പോയി. സതീഷ് ചേട്ടൻ വിളിക്കുന്നു, സതീഷ് ചേട്ടൻ ഞാൻ വിളിക്കുന്നു, നീ നാളെ തന്നെ ചാലക്കുടി സ്റ്റുഡിയോയിലെത്തണം. ഞാൻ ആ കറക്റ്റ് സ്ഥലം പറയുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പഴയ മാങ്ങയെറിയണ മൊബൈലാണ്. അതിൻ്റെ ബാക്കിൽ ഈ സിഗരറ്റിൻ്റെ പെട്ടി കൊണ്ട് ഞാൻ മറച്ചിട്ടുണ്ട്, എന്നിട്ട് റബ്ബർ ബാൻഡ് ചുറ്റിയിട്ടുണ്ട്. ആ നോക്കിയ ഫോണും കൊണ്ട് എൻ്റെ ഏട്ടനെ ഞാൻ കാണാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ പോയി കാണുന്നത്. എത്ര വർഷം മുമ്പായിരുന്നു, ഓർമ്മയുണ്ടോ? പിന്നെ ഇത് ഓർമ്മയുണ്ടോ? മണിച്ചേട്ടൻ മരിച്ച് 10 മുമ്പ് 18 കൊല്ലം, 18 വർഷം മുന്നേ. 18 വർഷം മുമ്പ് പാലക്കാട് നിന്ന് അങ്ങനെ ചാലക്കുടിയിൽ 19 വർഷം മുമ്പ് സാർ. 19 വർഷം മുന്നേ ചാലക്കുടിയിലെത്തുന്നു. മണിച്ചേട്ടന് ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരെ കണ്ടെത്താനും അവരെ വളർത്താനും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആദ്യം ഇത് ട്യൂണില്ലാതെയാണ് അദ്ദേഹത്തിന് മുന്നിൽ ഈ ഒരുപാട് പ്രശസ്തമായ തലമുറകൾ പാടിക്കേട്ടിട്ടുള്ള ഈ പാട്ട് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഈണമിട്ടത് താങ്കൾ? ഞാൻ തന്നെയാണ്. വാമൊഴി സംഗീതമാണ്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തുടുപ്പുണ്ടാവണം. അപ്പോഴാണ് ഈ നാടൻ പാട്ടുകൾക്ക് പ്രത്യേകത. അവരവർ എഴുതുന്നതിലാണ് ട്യൂണ്. നാടൻ ശീലാണെങ്കിലും നാടൻ പാട്ടാണെങ്കിലും ഒരു വരി എഴുതുമ്പോൾ ആ ട്യൂണ് കണ്ട് മീറ്റർ കണ്ട് ഒപ്പം എഴുതണം. അപ്പോഴാണ് ഇത് പാട്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് പറച്ചലാവും. അങ്ങനെ മണിച്ചേട്ടന് വേണ്ടി ഞാൻ എഴുതിയ ഈ പാട്ട് അത് കറക്റ്റ് ട്യൂണിൽ തന്നെ കൊടുത്തത് ഞാൻ തന്നെയാണ്. എൻ്റെ സംഗീതം മണിച്ചേട്ട സീഡിൻ്റെ പുറകിൽ സംഗീതം ചന്താമര എന്ന് ഇട്ടിട്ടുണ്ട്. ഏത് കാസറ്റിലായിരുന്നു ഇത്? മണിമുഴങ്ങുന്ന ആർക്കു വേണ്ടി. ആ കാസറ്റ് ഒന്ന് വലിയ ഹിറ്റായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. ആ പാട്ടിൽ ആ കാസറ്റിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ സോങ് ആയിരുന്നു. അതെ. പിന്നെ കലാഭവൻ ചേട്ടൻ എവിടെ പോയാലും ഈ ഒരു സോങ്, ഡൽഹിയിലടക്കം പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ആ വരി അങ്ങനെ പറയുന്നത് കാരണം എൻ്റെ മറ്റേ എല്ലുമുറിയ പണിയെടുത്തും കപ്പ കട്ടൻ കുടിച്ച കാലം, എല്ലുമുറിയ പണിയെടുത്ത് എൻ്റെ അപ്പം എന്നാ പലരും പാടിക്കൊണ്ടിരുന്ന പാട്ട്. ഏട്ടൻ വരെ ചോദിച്ചു എങ്ങനെയാ അത്? എല്ലുമുറിയ പണിയെടുത്തും കപ്പ, അതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെറിയ കുനിപ്പാണ് അതിലിടണം. ഒരു തുള്ളി വെള്ളം വീണ പോലെ അതുള്ളൂ. അത് പലരും അറിയാതെ എങ്ങനെയൊക്കെയോ പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ അത് കറക്റ്റായി പാടി. ഞാൻ പിന്നെ ആ പാട്ട് അത്രയും നല്ല ഹിറ്റായി. എന്തിനാ 1000 പാട്ട് 100 പാട്ടൊക്കെ ചെയ്യണം നമ്മൾ? നമുക്ക് ആകേണ്ടത് അത്രയും ഭാഗ്യം കിട്ടിയുള്ളൂ. ആ ഉള്ള പാട്ട് കൊടുത്തപ്പോൾ ഗംഭീരമായിട്ട് അത് ഏട്ടൻ കൈകാര്യം ചെയ്ത് പാടി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സോങ് വലിയ ഹിറ്റാവുന്നു. പിന്നീട് ഇതിനെ തുടർന്ന് പിന്നീടുള്ള പാട്ടുകൾ പിന്നെ കൊടുക്കണത് എൻ്റെ വീട്ടിൽ പാലക്കാട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ മുമ്പ് ഈ മുറ്റത്ത് പായ വിരിച്ച് കിടക്കുക. മുറ്റത്ത് പായ വിരിച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ കാരണം ഞങ്ങൾ വേനലിൽ ഈ ചുവന്ന മണ്ണ് കൊണ്ടുവന്ന് വെട്ടി ഈ മുറ്റം മുഴുവൻ മെഴുകും. വേലിയാണ്, അപ്പോൾ പാമ്പൂരെന്ന് പറയും. പാമ്പൂരൊക്കെ മെഴുകി അതിൽ അവിടെ ഞങ്ങൾ ചിമ്മിനി വിളക്ക് അല്ലെങ്കിൽ റാന്തൽ വിളക്ക് കത്തിച്ചിട്ട് വേനൽക്കാലത്ത് പാലക്കാട്ടുകാർ, അന്ന് ഞങ്ങളുടെ വീടൊക്കെ ഓലപ്പരയാണ്, ആ ലക്ഷം കോളനി മുഴുവൻ അങ്ങനെ തന്നെയാണ്, ഓലപ്പരക്കാരാണ്. ആരും ഒട്ടുവരെ ഉള്ളവർ 1-2 വീട് എൻ്റെ ഓർമ്മയിലുള്ളൂ. ബാക്കിയൊക്കെ ഓലപ്പരയാണ്. പന കൊണ്ടുള്ള മേഞ്ഞ പട്ട എനിക്കറിയാം. എല്ലാ വേനലും നമ്മൾ പട്ട വെട്ടാൻ പോകണം അമ്മൻ്റെ കൂടെ. എൻ്റെ അമ്മൻ്റെ കൂടെ പട്ട വെട്ടാൻ പോകണം, പട്ട ചുമന്നിട്ട് വരണം. അപ്പോൾ ആ ചുവന്ന മണ്ണ് കൊണ്ട് എഴുതിയ മറ്റേ വരച്ച്, എന്നിട്ട് ചാണകം മെഴുകി ചിരട്ടി വരച്ച് ഒരു പ്രത്യേക ഒരു സുഖമുള്ള സുന്ദരമായൊരു മുറ്റം ഉണ്ടാവും. ആ മുറ്റത്ത് പായിട്ട് കിടന്നിറങ്ങുമ്പോൾ അമ്പിളിമാമനെ കാണും. പക്ഷെ അന്ന് പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെയൊക്കെ പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ മാന്തളും പീച്ചിങ്ങയും കൂടി വറ്റിച്ച് തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം അത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഏട്ടനൊരു പാട്ട് കൊടുത്തു. അപ്പം കെട്ടിയിട്ട വേലിന്ന് പീച്ചിങ്ങ 2 വലിച്ചിട്ട് മാന്തളും പീച്ചിങ്ങയും കൂടെ വറ്റിച്ച് തിന്നില്ലടി നമ്മൾ, മൺകലത്തിൽ നല്ല മണമുള്ള വെള്ളച്ചോറുണ്ടില്ലടി, മഞ്ഞുള്ള മാസം പിറന്നിട്ട് മുറ്റത്തു പായ വിരിച്ചോണ്ട് അമ്പിളി മാമനെ നോക്കി കൊഞ്ചു പറഞ്ഞില്ലടി നമ്മൾ, പാതി വയർ പട്ടിണിക്കിട്ട് ഒന്നിച്ചുറങ്ങില്ലടി.
ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ ഗണിക്കുന്ന വരികളാ. അത് എഴുതാൻ അറിയില്ല. നമ്മുടെ ഒരു അനുഭവം ഉണ്ട് അതില് ജീവിതമുണ്ട്. അതാണ് നാടൻ പാട്ട് പറഞ്ഞത്. അത് നാടൻ പാട്ടിന് എപ്പോഴും സാറേ ജീവിതമാണ്. അവരവരുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ കഷ്ടങ്ങളോ അല്ലെങ്കിൽ പട്ടിണിയോ അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരാൾക്ക് നാടൻ പാട്ട് എഴുതാൻ പറ്റില്ല. പ്രണയം, പ്രത്യേകിച്ച് പ്രണയങ്ങളോ നാടൻ പ്രണയങ്ങളോ അതിൽ നിന്നും വല്ല പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊന്നും ഒന്നും വരില്ല. നമുക്കെല്ലാം ചെറുപ്പം തൊട്ട് എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ പാട്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഇഷ്ടം പോലെ കിടപ്പുണ്ട്. മണിച്ചേട്ടനായിട്ടുള്ള വിശേഷങ്ങളും അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം താങ്കളെ സംബന്ധിച്ച് പറഞ്ഞാലും തീരില്ല. നമ്മളെ അത്രയും സംബന്ധിച്ച് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. കൂടുതൽ ഓർമ്മകൾ, അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട്. മണിച്ചേട്ടൻ്റെ വീട്ടിൽ പെങ്ങളുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ മറ്റന്നാളാണ് കല്യാണം. അപ്പോൾ എന്നെ വിളിച്ച്, താമരെ കല്യാണത്തിന് വേട്ടാ എന്ന് പറഞ്ഞു. ഏട്ടാ ഞങ്ങളെല്ലാവരും പിന്നെന്താ എല്ലാവരും വാ. അപ്പോൾ മറ്റന്നാളാണ് കല്യാണം, പക്ഷേ ഞാൻ ഏട്ടാ നാളെ വൈകുന്നേരം വരും കേട്ടോ. ഞാൻ അതെന്തിനാ അത്രയും നേരത്തെ? അല്ല എനിക്ക് ഏട്ടനെയും കാണാമല്ലോ. എന്നാ വാ. എവിടെയാണ് വരണ്ടേ? ഗിൽവേ ഹോട്ടലിൽ, ചാലക്കുടിയിൽ ഗിൽവേ ഹോട്ടലിലാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ പൊന്നെ, നമുക്കൊന്നും ശരിക്കും നല്ല ഭക്ഷണം കിട്ടിയില്ല. ആ സമയത്ത് എൻ്റെ മക്കളെ ഹോട്ടലിൽ ഇരുത്തിയിട്ട് 3 ദിവസം കല്യാണം കഴിഞ്ഞിട്ട് അന്ന് ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസം പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾക്കും ഞങ്ങൾക്കൊക്കെ മൊത്തം ആ ഹോട്ടലിൽ ഫുഡ് വാങ്ങിച്ച് നിറയെ ഫുഡ് വാങ്ങിച്ച് തന്നിട്ട് നമുക്ക് അത്രയും നമ്മളെ അങ്ങനെയാണ് കലാഭവൻ ചേട്ടൻ പറഞ്ഞാൽ. സ്നേഹിച്ചു കഴിഞ്ഞാൽ കാരണം ഈ പാട്ട് ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ പറഞ്ഞു, കൂടെ നടന്ന ഒരാൾ ഈ പാട്ട് എഴുതിയിട്ടില്ല. ഈ പാട്ടിന് പ്രത്യേകതയുണ്ട്. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പാട്ടാണ്. അതൊരിക്കലും ആയില്ലടാ എന്താ പറയുക. മണിച്ചേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വത്വത്തിന്റെ ഭാഗമായിട്ട് തന്നെ പലയിടത്തും പറയാറുണ്ട്. ഇതിലെ വരികൾ പോലെ തന്നെ എൻ്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റിയ ദൈവമാണ് ഈ ഓട്ടോ വണ്ടി. അത്രയും ലിറിക്സിൽ അത് വളരെ കൃത്യമായിട്ട്. അത് എന്താണെന്ന് അറിയാം സാർ, നമ്മൾ എല്ലാവരും എഴുതും, എല്ലാവരും പറയും, എല്ലാവരും ചൊല്ലും. അതൊന്നും ഒരു ചൊല്ലാവില്ല, പറച്ചിലാവില്ല, ചിലപ്പോൾ എഴുതുമ്പോൾ വരികളാവില്ല. ഇതൊക്കെ ഒരു കോമൺ ആണ്. പക്ഷേ ഇത് ആ കോമണിൽ തന്നെ മെച്യൂരിറ്റിയുള്ള വരികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം വേണം. ഉണ്ടാവുകയാണത്. അതാണ് ഈ നാടൻ പാട്ടിൻ്റെ ഒരു പ്രത്യേകത. ഉണ്ടാവുകയാണ്. ഇപ്പോൾ നാടൻ പാട്ടിൻ്റെ ഈണം കേൾക്കുമ്പോൾ മണ്ണിൻ്റെ മണമുള്ള ഓർമ്മകൾ, നാടോടിക്കഥയിലെ നാട്ടുവരമ്പത്ത് പേടിച്ച് നിന്നൊരു കാലവും, മുതലാളിമാർ വരണ്ടേ എന്നുള്ള അതൊക്കെ ഭയങ്കര ഇതാണ്. ഞാൻ അതൊക്കെ ചെയ്ത ആളാണ്. ഞാൻ പോർത്തി എന്ന് പറഞ്ഞ സാറിന് അറിയോ? എൻ്റെ മക്കൾ ചോദിച്ചാൽ എന്താ വെച്ചാൽ ജോലിയാണ് അത്. പോർത്തി എന്ന് പറഞ്ഞാൽ പശുവിനെ മേക്കില്ല ഒരു വീട്ടിൽ. അപ്പോൾ ആ പശുക്കളെ മേയ്ക്കുന്ന കാലം തൊട്ട് 9 വയസ്സിൽ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടി ഞാൻ എന്താ ഇത് കേൾക്കുന്നവർ പറയും, ഇവൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, നമുക്ക് പറയാൻ വല്ല അനുഭവങ്ങളുള്ളപ്പോൾ അതല്ലേ പറയൂ. അങ്ങനെയൊക്കെ വന്ന ആളായതുകൊണ്ട് എനിക്ക് പാട്ടിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ചെയ്യും ഒരു പാട്ട് പറഞ്ഞാൽ. മണിച്ചേട്ടൻ, അതുപോലെ ഇപ്പോൾ വേടൻ, അങ്ങനെ ഒരുപാട് പേര് ഈ ജനിച്ചു വളർന്ന ഒരു പരിതസ്ഥിതിയും അതിൽ നിന്ന് അവർ ഉയർത്തു വന്ന അവരുടെ ഒരു ജീവിതവും ഒക്കെ എപ്പോഴും എടുത്തു പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മണിച്ചേട്ടന് മുമ്പ് അങ്ങനെയുള്ള അനുഭവങ്ങൾ തുറന്നു പറയാൻ പലർക്കും മടിയാണ്. മണിച്ചേട്ടന്റെ ഒരു ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളർന്നു വന്ന പരിസരം വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇപ്പോഴത്തെ എന്നെ ഈ രൂപത്തിലാക്കിയതെന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടുകൂടി പറയുകയും ചെയ്യാറുണ്ട്. പക്ഷെ അതിലൂടെ താങ്കളെപ്പോലെയുള്ള ഒരുപാട് കലാകാരന്മാർക്ക് അത്തരം ജീവിത പരിസരങ്ങളിലൂടെ കടന്നു വന്ന ഏതൊരാൾക്കും അത് പറയാം. ഒരു വിജയത്തിന്റെ ഒരു ഇതിലൂടെ നടന്നു തുടങ്ങുമ്പോൾ അവർക്കതൊരു വലിയ ഊർജ്ജമായിട്ട് മാറും. തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യം. എനിക്കും ഒരുപാട് കല എന്ന ഒരു സാധനം കൊണ്ട് കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ പുറത്തോട്ട് വരുമ്പോഴും തടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ജാതിയില്ലെന്ന് വേടൻ വെറുതെ ഒന്നും പാടിയതല്ല. വേടൻ ഞാൻ അഭിമാനിക്കുകയാണ്. വേടൻ അങ്ങനെ കാണിച്ച് അയാൾ വരികൾ എഴുതി വന്നു അല്ലേ. ഞാൻ അനുഭവിച്ചു. ജാതിയില്ല എന്നുള്ളത് എത്ര തന്നെ പറഞ്ഞാലും ഇവിടെ ജാതിയുണ്ട്. സാർ, ഞാൻ ജാതി ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജാതി ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞതിൻ്റെ മനസ്സിലായി. ജാതി ഇല്ല എന്ന് പറയുന്നൊരു വിഭാഗമാണ് ജാതി. അതല്ല, ജാതിയിൽ ജാതിയുണ്ട്, അതിൽ പ്രശ്നങ്ങളുണ്ട്. അനുഭവിച്ചവർ അത് പറയുള്ളൂ. അനുഭവത്തവർക്ക് അത് അറിയില്ലല്ലോ. പ്രത്യേകിച്ച് ഈ മേഖലയിൽ വരണം, കലാഫീൽഡിൽ വന്നാൽ ജാതി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. തീർച്ചയായിട്ടും അതുണ്ട്. അതങ്ങനെയാണ്. എനിക്കനുഭവമുണ്ട്. ഞാൻ നോക്കുമ്പോൾ മണിച്ചേട്ടൻ ആ സമയത്ത് അധികം അങ്ങനെ ഇപ്പോൾ ഒരു പട്നിയുടെ കാര്യങ്ങളും
മറ്റ് പ്രശ്നങ്ങളുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ജാതിപരമായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള വിവേചനങ്ങളെ പറ്റി അദ്ദേഹം അധികം പറഞ്ഞു കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ വേടനൊക്കെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല. അപ്പോൾ പലരും ഇത്തരം ജീവിത പരിസരങ്ങളിൽ നിന്ന് കടന്നു വന്നവരോട് പറയാറുള്ളത്, മണിച്ചേട്ടൻ നിന്നേക്കാളും വലിയ കലാകാരനായിരുന്നു. അപ്പോൾ വേടനെ എതിർക്കുന്നവരാണെങ്കിലും വേറെ ആരെങ്കിലും എതിർക്കുന്നവർ പറയുന്നത് മണിച്ചേട്ടൻ നിന്നേക്കാൾ വലിയ കലാകാരനായിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഇത് ഏത് നേരം ഇത് തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയാത്തെന്ന് വെച്ചാൽ ആൾ അത്ര അനുഭവിച്ചു പറഞ്ഞു തീരില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്താ പറഞ്ഞിട്ട് കാര്യം. അയാളെ എല്ലാ വിഭാഗവും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം എന്നെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല ജാതി അങ്ങനെ ഉണ്ട് ഇല്ലയെന്നില്ല. നമ്മളതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഓരോന്ന് എണ്ണി പറഞ്ഞ് ഞാനതിനെ പാട്ടാക്കാൻ നോക്കി. ഇന്നിപ്പോൾ ഒരു 100 പാട്ട് ഞാനിപ്പോൾ എനിക്ക് എഴുതാനുണ്ട്. എനിക്ക് വലിയ പണിയുമില്ല അപ്പോൾ അത് പാട്ടാക്കാൻ. എന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ പേടിച്ചിട്ടോ ഒന്നുമല്ല. ഇവിടെ അതിൻ്റെയൊക്കെ ഒരു കാലം പോയിന്ന് വെച്ചാൽ അത് വിഷയമല്ല അത്. കാരണം അത് കേട്ട് കളയുന്നല്ലാണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുത്ത് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്ന കാലമല്ല. അതും കേട്ട് തള്ളും. നിനക്ക് പറയാൻ പണിയില്ല ജാതി കാരണം ബിസിയാണ് എല്ലാവർക്കും ബിസിയാണ്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആര് പ്രതികരിക്കും? മണിച്ചേട്ടൻ്റെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് പഠിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്കൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത അവസ്ഥകൾ തന്നെയായിരുന്നു കാരണം. അപ്പോൾ താങ്കളെ സംബന്ധിച്ചും എനിക്ക് തോന്നുന്നു 1-2 ഇൻ്റർവ്യൂകളൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ 2ാം ക്ലാസ്സോ 1ാം ക്ലാസ് ഒരു കൊല്ലം 2ാം ക്ലാസ് 6 മാസം ഇത്രേ പോയിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞു പണിക്ക് പോയ ആളാണ്. ഇറ്റലിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊട്ട് വീട്ടിൽ ഗുരുക്കന്മാരുന്നുണ്ട്. അവരുടെ വീട്ടിൽ പശുവിനെ മേയ്ക്കാൻ വേണ്ടി പോകുന്നതാണ്. ഈ 2ാം ക്ലാസ് ഉള്ള പഠനത്തോട് കൂടിയിട്ട് തന്നെ പഠനം നിന്നു. പാട്ട് അവിടുന്ന് തുടങ്ങി. പാട്ടുകൾ എഴുതാനുള്ള ഒരു വാസന നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട്, നമുക്ക് ജന്മസിദ്ധമായിട്ടുള്ളത് കൊണ്ടും നമുക്ക് അതിനെ പോഷിപ്പിക്കാൻ വലിയ വലിയ സ്ഥലങ്ങളിൽ നിന്ന് അധികം പ്രോത്സാഹനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ പ്രോത്സാഹനമായിരുന്നു. അവൻ പ്രാന്തം എന്ന് പറയണമായിരുന്നു എന്നെ. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അവൻ പ്രാന്തം വെറുതെ പാടിക്കൊണ്ട് നടക്കും. അവന് പ്രാന്താണ്. ഏത് നേരം മൂളിക്കൊണ്ട് നടക്കും. പാട്ടിൽ നിന്ന് നമുക്കൊരു വരുമാനമോ അല്ലെങ്കിൽ നമുക്കൊരു ജീവിതശൈലി മാറ്റമോ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പം ഭ്രാന്തനാണല്ലോ. ഇവിടെ എന്തും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാനിപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ കയ്യിൽ എന്തുണ്ടോ ആ സമയത്ത് എല്ലാവരും ഉണ്ടാവും. നമ്മുടെ കയ്യിൽ എന്തില്ല എന്ന് കണ്ടോ ആ സമയത്ത് നമ്മളിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോവും. അത് സ്വാഭാവികമാണ്. എല്ലാവരും എല്ലാ ആൾക്കാരും മിക്കവാറും ആൾക്കാർ ചിലത് 100-ലൊരു 5-6 പേര് മാത്രം അവൻ പാവം താമര എന്ന് പറയുള്ളൂ സാറേ. വീട്ടില് ആരൊക്കെയായിരുന്നു? അച്ഛനില്ല, മരണപ്പെട്ടു. 26 വർഷം 27 വർഷമായി. പിന്നെ അമ്മയുണ്ട്, പ്രായമായി. ഭാര്യയുണ്ട്. എൻ്റെ 2 മക്കൾ ശ്രുതിൻ സുബിൻ. ഞാൻ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മൂത്തമ്മൻ CS കമ്പനി സെക്രട്ടറിൻ്റെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അയാളും സംഗീതം പഠിച്ചിട്ടുണ്ട്. ഇളയ ആൾ ചമ്പൈ സംഗീത കോളേജിൽ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നു, 2nd ഇയർ ആയിട്ട്. അവർക്കൊക്കെ ഈ മേഖലയാണ്. മൂത്താളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കമ്പനി സെക്രട്ടറിയുടെ ഒരു പഠനം, അതിന്റെ കൂടെ ഇതും പാട്ടും. അന്ന് 2 പേരും എൻ്റെ മക്കളായിട്ട് പറയല്ല, കല ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കഴിയാൻ പറ്റുമെങ്കിൽ കഴിയട്ടെ. വൈഫിന്റെ പേര് ശാന്തിയാണ്. ശാന്തി പാട്ട് എഴുതാനും ഒക്കെ. ശാന്തിയാണ് എന്നെ പാട്ട് നിങ്ങൾ നന്നായി പാടുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു സ്പീച്ചർ ഉണ്ട്, നിങ്ങൾ നന്നായി വരും, ഇത് നമുക്ക് ഇതുകൊണ്ട് ഏട്ടൻ. കാരണം എനിക്ക് എന്നെക്കുറിച്ച് യാതൊരു ചിന്തയും ബോധമില്ലല്ലോ. അങ്ങനെ അവൾ പറഞ്ഞിട്ടാണ് ഈ നോട്ട് ബുക്കിലൊക്കെ ഇത് പകർത്തുന്നത്. ഈ പാട്ടുകൾ മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുത്ത അവളാണ് എഴുതി പകർത്തുന്നത്. അങ്ങനെ അവളില്ലെങ്കിൽ പിന്നെ നമുക്ക്. അപ്പം ശാന്തി താങ്കളുടെ ജീവിതത്തിൽ വലിയൊരു ഊർജ്ജവും ഒരു വലിയ പ്രോത്സാഹനവും ഒക്കെ ആയിട്ട് വരുന്നു. പാട്ടുകൾ എഴുതിയെടുക്കുന്നു, പാട്ടുകൾ എഴുതാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്കരികിൽ പാടാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ഒരു കാലത്തിന് ശേഷമാണ് അപ്പോൾ മണിച്ചേട്ടനെയൊക്കെ പിന്നീട് കാണുന്നതൊക്കെ. അതിന് മുമ്പ് തന്നെ മണിച്ചേട്ടൻ നമ്മൾ കണ്ടിട്ടൊരു ഇപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ പാടും. അങ്ങനെ അല്ലാതെ ആ ഒരു ഇതാണല്ലോ നമ്മളൊരിക്കലും ഒരു മണിച്ചേട്ടനായിട്ട്. ഈ ഓട്ടോ പാട്ടാണ് കറക്റ്റ് ഒരു കണക്ഷനായത് കറക്റ്റായി കിട്ടിയത്. അത് കാരണം വൈഫ് എന്നെ പറഞ്ഞാണ് ഈ പാട്ട് മണിച്ചേട്ടൻ ഇഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെ കാണാൻ പോവുക, അങ്ങനെ നമ്പർ കിട്ടി, അങ്ങനെ വിളിച്ച് അങ്ങനെ പോയി ഇത് കണ്ട. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഭാര്യ മെയിൻ ഘടകം തന്നെയാണ്. അതിലൊരിക്കലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. വൈഫുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് ഇരിക്കാൻ പറ്റുമോ? എനിക്ക് ഫ്ലൈറ്റിൽ സഞ്ചരിക്കാൻ പറ്റുമോ? പാസ്പോർട്ടൊക്കെ 15 ദിവസം കൊണ്ട് കിട്ടുന്നത്. കോമഡി ഉത്സവത്ത് പോകണതിൻ്റെ 10-15 ദിവസം 20 ദിവസം മുമ്പാണ് പാസ്പോർട്ടിനെ പുള്ളി ഞാൻ ചോദിച്ചു എന്തിനാ അത് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിലിരുന്ന എൻ്റെ തിണ്ണയിലിരുന്ന കിഴക്ക് നോക്കിയിട്ടുള്ള മുഖമാണ് വീട്. അപ്പോൾ ഫ്ലൈറ്റ് കറക്റ്റ് 8:45 കോയമ്പത്തൂർ അങ്ങോട്ടൊന്നും പോവും. അതുപോലെ വൈകുന്നേരം ഒരു 5:45 എൻ്റെ തൃശ്ശൂർ ഭാഗത്ത് നെടുമ്പശ്ശേരിക്ക് പറഞ്ഞ പേര് കാണാം. ഇതൊക്കെ ഇരിക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ ഉറപ്പായിരിക്കും. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. കാരണം ഒരാൾ നമുക്ക് ബലം വേണം.
അതെന്ത് തന്നെ കോമഡി ഉത്സവത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ആദ്യമായിട്ട് ഗൾഫിലേക്ക് അതെ ആദ്യമായിട്ട് കോമഡി ഉത്സവത്തിൽ വന്ന് ഇറങ്ങിയതും ദുബായിൽ വിളിക്കുന്നത് അതിൻ്റെ കൂടെ എന്നറിയോ എം ജി ശ്രീകുമാർ സാറിന്. അത് ഭയങ്കര എനിക്കൊരു ഭയങ്കര സന്തോഷം തന്നൊരു നിമിഷമാണത്. കാരണം അത് ഏതൊരു കലാകാരനെയും വലിയൊരു സ്വപ്നമാണ് ഒരു വിദേശയാത്ര എന്ന് പറയുമ്പോൾ. കാരണം ഞാൻ ഇത് പാസ്പോർട്ടിൽ സീല് പതിക്കുക എന്നുള്ളതൊരു മൊമെന്റാണ് സാറേ. ഞാൻ ഈ പാസ്പോർട്ട് കിട്ടി നമ്മൾ ദുബായിക്ക് പോവാണ്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് എം ശ്രീകുമാർ ഇങ്ങനെ എം ശ്രീകുമാറിൻ്റെ ആണ് പരിപാടി എന്ന് പറയുമ്പോൾ ഞാൻ പശുവിനെ മേയ്ക്കാൻ നിന്നാൽ വീട്ടിലെ പാലും കൊണ്ട് ഗ്രാമത്തേക്ക് പോകും. അപ്പോൾ ചന്ദ്രേട്ടൻ പറഞ്ഞ ആളുണ്ട്, അവിടുത്തെ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്ത് പാൽ കൊടുക്കുമ്പോൾ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ആ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഞാൻ പാൽ പാത്രം പിടിച്ച് നിന്ന ഓർമ്മ എനിക്ക് വരും. എൻ്റെ ഞാൻ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ് പറയണത്. അങ്ങനത്തെ ഒരാളുടെ കൂടെയാണ് ദൈവം നമ്മൾ വേദി പങ്കിടാൻ പോണേ. സഹഗായകനായിട്ട് അത് ഭയങ്കര സംഭവമായി. അവരും ഭയങ്കരമായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തു. ടിനി ടോമാണ് ഈ കോമഡി ഉത്സവത്തിലേക്ക് മണിച്ചേട്ടനെ കണ്ടുമുട്ടിയത്. ആദ്യത്തെ കരിയറിലൊരു വലിയ ലാൻഡ്മാർക്കായിരുന്നു. അതിനുശേഷം പിന്നീട് വരുന്നൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഏട്ടൻ പോയില്ലേ? അതെ അതെ. ഏട്ടൻ പോയ ശേഷം ആകെ നമുക്ക് വല്ലാത്തൊരു വിഷമമായി. കാരണം നമുക്കുണ്ടായിരുന്നൊരു ബലം, എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ, അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ലെങ്കിലും ഞാൻ ഫോൺ ചെയ്ത് എടുക്കും മണിച്ചേട്ടൻ എന്ന് പറയാലോ. അത് ഭയങ്കര ഇതാണ്. ഇത്രയും വലിയ ആർട്ടിസ്റ്റ്, ഇന്ത്യ കണ്ട ആർട്ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അത് മാത്രമല്ല, ഇത്തരം കലാകാരന്മാരെ, വലുതോ ചെറുതോ ആയിട്ടുള്ള കലാകാരന്മാരെ ഇതുപോലെ പറഞ്ഞ പോലെ കൈപിടിച്ചാനയിക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ വലിയ മനസ്സുള്ള ഒരു കലാകാരനാണ് നമ്മളെ പെട്ടെന്ന് തന്നെ വേർപെട്ടു പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് താങ്കളെ പോലെയുള്ള കലാകാരന്മാർക്ക് അതൊരു വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമായിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ചേട്ടനെ പോലെ, അല്ലെങ്കിൽ അവരത്രയും അവർക്ക് ആശ്രയിക്കാവുന്ന. സാറേ ഞാൻ സത്യമായിട്ട് എൻ്റെ ഒരു എല്ലാവരും പറയും മണിച്ചേട്ടൻ ഞങ്ങളുടെ കൂട്ടുകാരാണ്. എങ്ങനെയാ കൂട്ടുകാരനാകുക? കൂടെ പോകണം. ചെറുപ്പത്തിൽ നിന്ന് പഠിച്ച് പറഞ്ഞത് കൂട്ടുകാരൻ. നമ്മൾ കണ്ട് ഒരു ആനയും ഏട്ടനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സത്യമാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളാ സിനിമയിൽ 100 ആളിന് 10 ആളിന് ഇടിച്ച് തമക്കുന്ന ആളാണ് ഇങ്ങനെ നമ്മുടെ മുന്നിലിരിക്കുന്നത്. നമുക്കത് കാണാൻ പറ്റുക, നമ്മുടെ തോളിൽ കൈയിടുക, നമ്മുടെ ഫോൺ നമ്പർ വാങ്ങാം, ഈ പാട്ട് കൊണ്ടൊക്കെ ഇപ്പം ഒരു 1000 വട്ടം നന്ദി എൻ്റെ ഭാര്യയോട് എൻ്റെ ഏട്ടൻ പറഞ്ഞു. അങ്ങനെ പറയുള്ളൂ. എൻ്റെ ഏട്ടനെ ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ ഏട്ടനെ അങ്ങനെ പറയുള്ളൂ. എൻ്റെ ഏട്ടനെ പറയുള്ളൂ. അത് വലിയ കാര്യമല്ലേ? അങ്ങനെ ടിനി ടോം സാറാണ് മനസ്സിൽ കണ്ട ദൈവം മണിച്ചേട്ടനും ദൈവതുല്യൻ നടൻ ടിനി ടോം സാറാണ്. ആളാണ് എന്നെ കൊണ്ടുവന്നതെന്ന് എവിടെയും പറയും. ടിനി ടോമിലേക്ക് എങ്ങനെയാണ് എത്തിയത്, നിങ്ങളെ കണ്ടെത്തിയതും? അത് ഞാൻ നെന്മാറയിലുള്ള നവീൻ നെന്മാറ എന്ന് പറഞ്ഞ ഒരാൾ നമ്പർ തന്നു. അപ്പോൾ 3 പേരിൻ്റെ തന്നു. പേര് പറയില്ല. ഒരാളിനെ വിളിച്ചപ്പോൾ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു വെച്ചു. വേറൊരാളിനെ വിളിച്ചപ്പോൾ വേറൊരു മൈൻഡിൽ സംസാരിച്ചു പുള്ളി. നിങ്ങളൊക്കെ ആരാ അങ്ങനെയൊക്കെ സംസാരിച്ചു. ഞാൻ പിന്നെ ടിനി സാറിനെ വിളിച്ചു. സാർ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതെന്താണ് തെളിവ്? ഏത് പാട്ട് എഴുതിയിട്ടുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ഓട്ടപ്പാട്ട് ഞാൻ ഒന്ന് പാടാൻ പറഞ്ഞു. ഫുള്ള് നമുക്ക് സത്യമാണെങ്കിൽ പെട്ടെന്ന് അറിയുമല്ലോ. ഈ എഴുതാത്ത ഒരാൾ പാടുമ്പോൾ ഈ പാട്ടും എഴുതിയ ആൾ ആ പാട്ട് പാടുമ്പോഴും രണ്ടും രണ്ടാണ്. അതെന്ത് തന്നെയാലും അങ്ങനെ തന്നെ. എഴുത്തുകാരൻ്റെ ഒരു ഫീല് ഇപ്പുറത്ത് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അത് പുള്ളിക്ക് മനസ്സിലായി, ടിനി സാറെ മനസ്സിലായി. അങ്ങനെ കോമഡി ഉത്സവം നമ്പർ കൊടുക്കുന്നു. 15 ദിവസം കണ്ട് എന്നെ വിളിക്കുന്നു. അന്ന് ഞാൻ തേപ്പ് പണിക്ക് പോണ സമയമാണ്. അങ്ങനെ നമ്പർ വിളിക്കുന്നു, പോണു, അതിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവമേ മണ്ട് കേരളം ഇരു കൈ നീട്ടി എന്നെ സ്വീകരിക്കുന്നു. ഇന്നും അതേ സ്നേഹവും അതേ വാത്സല്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്നും ഈ പ്രോഗ്രാംസ്, മെഗാ ഷോ, നാടൻപാട്ട്, ഗാനമേള ഇതെല്ലാം ചെയ്ത് കൊണ്ടുപോകുന്നത്. മണിത്താമര എന്ന് നമ്മളിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് കോമഡി ഉത്സവത്തിലെ ഈ എപ്പിസോഡാണ്. വിഷ്ണുവും മിഥുൻ അങ്ങനെ എല്ലാവരെയും ഒപ്പം നിങ്ങളങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഒപ്പം തന്നെ മണിച്ചേട്ടൻ ഇതുപോലെ പാട്ടുകൾ പാടുകയും മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രഞ്ജു ചാലക്കുടി, രണ്ടുപേരും നിറഞ്ഞു നിൽക്കുന്ന ഒരു എപ്പിസോഡ്. അത് ഭയങ്കര എപ്പിസോഡായിരുന്നു. അത് ഏട്ടനും അനിയനും മണിച്ചേട്ടനും ഞാനും അങ്ങനെ ഒരു നല്ലൊരു എപ്പിസോഡായി മാറിയത്. അതെ. പിന്നീട് ഇപ്പം നമ്മൾ കോമഡി ഉത്സവത്തിലൂടെ നമ്മൾ ഒരുപാട് പ്രശസ്തിയിലേക്ക് ഉയരുന്നു, ഒരുപാട് വിദേശ യാത്രകൾ വരുന്നു. ഇപ്പോൾ ഗൾഫിൽ പോയതിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. എം ശ്രീകുമാറിന് പ്രോഗ്രാമിൽ പങ്കെടുത്തു. പിന്നീടുള്ള വലിയ വലിയ ഷോകളൊക്കെ. പിന്നെ വലിയ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എടുത്ത് പറയേണ്ടതാണ്. ചാനലടക്കം പറഞ്ഞാണ്. കോമഡി ഉത്സവത്തിൽ റിയാദിൽ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് കോമഡി ഉത്സവത്തിൽ വീണ്ടും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ പോയിട്ട് റിയാദ് ടാക്സിനെ കുറിച്ച് പറഞ്ഞാണ്. അവിടെയാണ് നമ്മൾ പിന്നെ പോകുന്നത്. അതിനിപ്പോൾ കുവൈത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവിടെയും പോകുന്നവർ മലയാളികൾക്ക് ഇഷ്ടം തന്നെ. നമ്മൾ പോകുന്നതിനൊരു വെറൈറ്റി ആയിട്ട് നമ്മുടെ പരിപാടിയായിട്ട് മണിച്ചേട്ടൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചൊരു പരിപാടി ഭയങ്കര മൈലേജ് ആയിരുന്നു നമുക്ക്. അവർ നല്ല രീതിയിൽ കൈ നിറയുള്ള ശമ്പളം തന്നു.
അവർക്ക് നമുക്ക് എന്താ എൻ്റെ വീട്ടിലേക്ക് എന്താ വേണ്ടത് അത് എല്ലാം അവർ സെറ്റാക്കി തന്നു. അത് റിയാദുള്ള. അപ്പോൾ എനിക്കത് റിയാദ് ടാക്കീസിനെ എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവിടെ ഏതൊരു കലാകാരനെ പോയാലും അവർ അത്ര നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. സൗദി അറേബ്യയിൽ റിയാദ് അത് എക്സിറ്റ് 18 നന്നായി നോക്കി ശ്രദ്ധിച്ച് എനിക്ക് എന്തോ ആ ഭാഗ്യം കിട്ടി. ഇനി എല്ലാവർക്കും അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഈശ്വരൻ്റെ അടുത്തുള്ളൊരു വരദാനം തന്നെയാണ്. വളരെ നിമിഷം കൊണ്ട് വരികൾ ഉണ്ടാക്കുകയും ആ വരികളെ വളരെ പെട്ടെന്ന് തന്നെ ഈണമിടുകയും അതപ്പോൾ തന്നെ പാടാനുള്ള വലിയ ശേഷിയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും താങ്കളുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ താങ്കൾ ജനിച്ചു വളർന്ന ജീവിത പരിസരങ്ങളിലൂടെയുള്ള അനുഭവങ്ങളാണ് പാട്ടായി മാറിയത്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളിലും ചിലപ്പോൾ പാട്ടുകൾ ജനിക്കും. ചിലപ്പോൾ പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മൾ പ്രവാസി മലയാളികളെ കുറച്ച് നേരിട്ട് അടുത്ത് കാണുകയാണ്. അവിടെ പുറത്ത് ഇപ്പോൾ റിയാദിൽ പോകുന്നു, കുവൈറ്റിൽ പോയി എന്ന് പറയുന്നു, അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ട്. അല്ല, ഒരുപാടുണ്ട്. ഞാനിപ്പോൾ അറബിക്ക് കുവൈത്തിൽ പോയപ്പോൾ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പിടി നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പുള്ളിക്ക് ഞാൻ ഒരു പാട്ട് പാടിക്കൊടുത്തു. അത് മില്ലിയനും ഓഡിയൻസ് ഇറക്കിയ ഒരു പാട്ട് കേട്ടോ. കേരളമാണെൻ്റെ നാട് എന്നെ പെറ്റതു പാലക്കാട്, കേരളമാണെൻ്റെ നാട് എന്നെ പെറ്റതു പാലക്കാട്, പാലക്കാട് എന്നൊരു നാട്ടിൽ മേലാർകോടാണെൻ്റെ വീട്, ആ മേലാർകോടാണെൻ്റെ വീട്. അങ്ങനെ പാടിക്കൊടുത്തു. അറബിക്ക് മനസ്സിലായില്ലെങ്കിലും ആൾക്ക് സംഭവം മനസ്സിലായി. പാട്ട് മലയാളമാണ്, അല്ലെങ്കിൽ കേൾവി രസമാണല്ലോ, ഭാഷയില്ലല്ലോ. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പിന്നെ അതിനെ പറ്റിയിട്ട് പാടിയിട്ടുണ്ട്. അഞ്ഞാറമൂടി അസോസിയേഷനെ പോയിട്ട് അതിനെപ്പറ്റി പാടിയിട്ടുണ്ട്. ഈ സിനിമകളിൽ മണിച്ചേട്ടനുള്ള സമയത്ത് ഒരുപാട് സിനിമകളിലേക്ക് അങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അതോ? ഇല്ല. അതായത് സാറേ ഞാൻ പറയണേ, ഞാൻ അന്ന് കൂലിപ്പണി ചെയ്യാണ്. അപ്പോൾ ഏട്ടൻ്റെ ഒരു സിനിമ നടനെ കാണുന്നു നമ്മൾ, ഇത്രയും വലിയൊരാൾ അടുത്ത് കിട്ടിയ എത്ര സന്തോഷമാണ്. അങ്ങനെ വേറൊന്നും വേണ്ട, കിളിപാടും ഗ്രാമം, മലയാളി മാവിന് വണക്കം, എൻ്റെ തൊട്ടടുത്ത അതിൻ്റെ ഷൂട്ടൊക്കെ. പിന്നെ ആഴക്കടൽ പാലക്കാട്, പിന്നെ MLA മണിയും 10ാം ക്ലാസ് എൻ്റെ വീട്ടിൽ നിന്നാണ് കറികൾ, ചോറ് വേണ്ട ഏട്ടൻ കറികൾ. അപ്പോൾ വെളിച്ചെണ്ണ വായിലൊന്നും അല്ലാത്തത് നല്ല ഞാൻ കഴിക്കുന്ന ആ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കത്. പുതിയ പടങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സിനിമകളിലെ അവസരങ്ങൾ ഏതെങ്കിലുമൊക്കെ തേടി വന്നു? ഇപ്പം ഞാൻ പേര് പറയാൻ പറ്റില്ല, ഒരു മലയാള സിനിമ പാലക്കാട് കഴിഞ്ഞു. അത് എൻ്റെ ആത്മസുഹൃത്താണ്. എനിക്കതിലൊരു സുധാകരേട്ടൻ, മണിച്ചേട്ടൻ്റെ മേക്കപ്പൻ സുധാകരേട്ടനാണ് എനിക്കതിലൊരു ചെറിയ വേഷമാണെങ്കിലും ഡയലോഗുള്ളത് തന്നത്. അതിൻ്റെ മുമ്പ് ഒരു തമിഴ് പടം, 2 ഓട്ടക്കാരന്മാർ. ഈ 2 ഓട്ടക്കാരന്മാരിൽ ഒരാളായിട്ട് അത് കുറച്ച് ദിവസം ഷൂട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു പടത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ ഈ ടിനിസാറ് പറഞ്ഞ പോലെ എനിക്ക് ഈ തള്ളി കയറി ഇടിച്ചു കയറി ഈ വക ഒരു സമ്പ്രദായം എനിക്കില്ല. നമുക്കുള്ളത് നമ്മളെ തേടി വരിക, നമ്മൾ പോവും. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, എന്താ ചേട്ടാ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഈ ഫീൽഡിൽ വരാത്തത് എന്ന് വേറൊരാൾ ചോദിച്ചപ്പോൾ അയാൾ ഈ കല അടച്ചു വെച്ചുള്ള ആൾ പറഞ്ഞാണ്, പഞ്ചസാരയുള്ള ഡപ്പയിൽ ഉറുമ്പ് തേടി വരുന്നു. സംഭവം തേടി വരും, തുറന്നു വെക്കണ്ടേ, ഇല്ലെങ്കിൽ അത് വന്നിട്ട് പോവും. അപ്പോൾ ഞാൻ ആ ഒരു ഇത് പറയാണ്, നമ്മളെത്ര കലയുണ്ടെങ്കിലും നമ്മളത് പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ നമ്മൾ വളരെയധികം ഓപ്പണായാലും, ഇപ്പോൾ നമ്മളൊരു തുറന്ന പുസ്തകം പോലെ, അല്ലെങ്കിൽ ആരോടും യാതൊരു വിദ്വേഷമില്ലാത്ത ഒരു മനുഷ്യനെ പോലെ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ മോഹങ്ങളും ഒക്കെ വളരെയധികം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു കലാജീവിതം തുടരുന്നതിനിടയിൽ പലപ്പോഴും നമുക്ക് വളരെ നല്ല അനുഭവങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊട്ടും മറക്കാൻ പറ്റാത്ത വിഷമങ്ങളുണ്ടായിരിക്കും. നമുക്ക് ആ വേദന ചിലപ്പോൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുകയില്ല. പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാനത് പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ഒരാളിനെ വേദനിപ്പിക്കാത്ത ആളാണ്. പിന്നെ ദേഷ്യം, അതുകൊണ്ട് നമ്മളൊന്നും നേടില്ല. സത്യമാണ്. ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാടാണ്. ഇപ്പോൾ എന്നെ തന്നെ ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ചില സമയത്ത് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം ഞാനൊക്കെ വിചാരിക്കും, ഇവർക്ക് കുറച്ച് വിദ്യാഭ്യാസം നിറയുണ്ട്, ഒന്നും മാന്യമായി സംസാരിക്കാൻ അറിയില്ല. കണ്ടോ, മനുഷ്യന് എന്തുണ്ടെങ്കിലും കാര്യമില്ല, അവരോടൊക്കെ അത് ഗുണം വേണം. ആ ഗുണം വേണമെങ്കിൽ അവിടെയാണ് ഞാൻ കണ്ടത്, ഒരു കലാകാരനായാൽ മാത്രം പോരാ, ഇതൊക്കെ ത്യജിച്ചെടുക്കാനുള്ള വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, വിവേകം വേണം. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്, ഞാൻ ഏഷ്യനെറ്റിൽ പോയി, എത്ര സന്തോഷമാണ്. ഒരു ആർട്ടിസ്റ്റ് വന്നു, പേര് ഞാൻ പറയില്ല, കുത്തി ചോദിച്ച് നാളെ മേലാക്കം മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇത് ഞാൻ ചിലപ്പോൾ പേര് പറഞ്ഞെന്ന് വരും. ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏഷ്യനെറ്റിൽ പോയപ്പോൾ
ഞാൻ പോയത് പുള്ളി അറിഞ്ഞില്ല, പുള്ളി വരുമെന്ന് എനിക്കും അറിയില്ല. അവിടെ പോയിട്ട് എന്നെ കയറ്റിയിരുത്തി റൂമിലിരുത്തി. റൂമിലിരുത്തിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് കയറി വന്ന് കൈ കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് കൈ തന്നില്ല. തൊട്ട് അപ്പുറത്തെ റൂമിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്നെ ഇരുത്തി. ആൾ അവിടെ കയറിയിരുന്നു, ഷോ ചെയ്തില്ല. എനിക്കത് ഭയങ്കര വിഷമമായി. ആ ഷോ ചെയ്തു, പക്ഷെ അത് എനിക്ക് തൃപ്തിയില്ല, സങ്കടം വന്നു. കണ്ണൂരൊരു പ്രോഗ്രാമിന് വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്ന ആളുടെ ഒരു കലാകാരൻ്റെ നമ്പർ വേണം പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്തു. സാറേ വിഷമം പറയണേ, നമ്പർ കൊടുത്തു അവർക്ക്. അവർ വിളിച്ച് ചോദിച്ചു, ഞാനുണ്ടെങ്കിൽ പുള്ളി പരിപാടിക്ക് വരില്ല എന്ന് പറഞ്ഞു. കണ്ണൂർ എത്രമാത്രം ഒരു വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും കൂടി നമുക്ക് പ്രശ്നമില്ല. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരുടെ ഇതും അനുകരിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടൊന്നും ഞാൻ വന്നിട്ടുമില്ല. ആ ഒരു പരിപാടിക്ക് വരില്ല പറഞ്ഞു. കാന്തല്ലൂർ ഫെസ്റ്റിന് വിളിച്ചു, പറഞ്ഞു ഇയാളുണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന്. പറവൂരൊരു പരിപാടിക്ക് പോയിരുന്നു, മണിച്ചേട്ടൻ ബന്ധപ്പെട്ടൊരു പരിപാടിയാണ്. അവിടെ പോയപ്പോൾ എൻ്റെ പേര് മണിത്താമര എന്ന് എല്ലാവരും വിളിച്ചവർ, ചെന്താമര സ്റ്റേജിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. എൻ്റെ പേര് മണിത്താമര എന്ന് വിളിക്കുന്ന ഒരു അതും എനിക്കില്ല. പുള്ളി അവിടെ നിന്ന് പേര് തിരുത്തി ചെന്താമര എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ മണിത്താമര ആകണ്ടവൻ. മണിത്താമര എന്നുള്ളത് ആൽബത്തിൻ്റെ പേരാണ്, എൻ്റെ പേര് അല്ല 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 ആയില്ലേ. അത് കഴിഞ്ഞ് വടക്കഞ്ചേരി ഒരു പരിപാടിക്ക് വന്നു. അതിൽ പറഞ്ഞ വാക്കുകൾ പക്ഷെ എനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആ കലാകാരനെ അന്നും ഇന്നും മനസ്സിൽ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും ഞാൻ ഇന്ന് അനുഭവിച്ചിരിക്കുന്ന വേദനകളൊന്നും ഇവരറിയുന്നില്ല. സാറിനെ പറ്റി വേറൊരാൾ പറയുമ്പോൾ സാറിങ്ങനെ വന്നിരുന്ന് പറയുകയാണ്, എന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരളം മുഴുവൻ ഏറ്റെടുക്കുകയാണത്. അതേ വേദന എനിക്കുണ്ടായി. ഞാൻ പറയട്ടെ സാറേ, ഈ സോഷ്യൽ മീഡിയയിൽ പറയട്ടെ, എന്നെ ഇന്ന ആളാണ് പറഞ്ഞതെന്ന്. തിരിച്ച് ഇതേ ആൾക്കാർ പറയും, അപ്പം എന്ത് ജാതിയില്ലേ സാറേ? നമ്മൾ മറ്റുള്ളവർ ജാതി പറയണു പറയില്ലേ? ഓരോ വിഭാഗമുണ്ട് ആൾക്കാർ, താഴ്ന്ന ജാതി എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഞാനത് വിശ്വസിക്കുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർ ഒത്തൊരുമില്ലെങ്കിൽ അങ്ങനെ സാറേ മറ്റുള്ളവർ നമ്മളെ പറയാതിരിക്കുക. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയും, എൻ്റെ അടുത്തുള്ളവർ തന്നെ എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരാൾ ഇഷ്ടമല്ല എന്ന് പറയാതെ അയാൾക്ക് മനസ്സുണ്ടാവില്ലേ? അയാൾ പറയും. നമ്മളാദ്യം കെട്ടിപ്പിടിക്കാൻ നോക്കണം എന്തുണ്ടെങ്കിലും, അല്ലേ? ചില ആൾക്കാരുടെ അതിപ്പോൾ ഒരു ജാതി അല്ലെങ്കിൽ ഒരു മതത്തിലുള്ള ഒരു കാര്യം മാത്രമല്ല, ചിലർ അവരുടെ ജാതിയുടെ അവരുടെ മതത്തിൻ്റെ മൊത്തം പാറ്റന്റ് അവരാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്നും ഒരാൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളും കൂടി അറിഞ്ഞിട്ട് രക്ഷപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവനെ പിടിച്ചെങ്ങനെയും താഴ്ത്തിറക്കി വീക്കലാക്കി മാറ്റും. സാറേ ഇത് ഞാൻ പറയട്ടെ സാറേ, എൻ്റെ പാട്ടുകൾ ഞാൻ ഉണ്ടാക്കിയ പാട്ടുകളാണ് സാറേ. ഞാൻ ഉണ്ടാക്കിയ പാട്ടുകളാണ് ഞാൻ മറ്റുള്ളൊരു കമ്പനികൾക്ക് വിറ്റിരിക്കുന്നത്. ഞാൻ വേറൊരാളുടെ പാട്ടെടുത്ത് ഞാൻ വിറ്റിട്ടില്ല. വേറെ ഒരാളുടെ പാട്ട് ഇപ്പം സിനിമയിൽ പാടില്ല ഒരുപാട് പേര്. അപ്പം ഞാൻ ഏട്ടൻ്റെ പാട്ട് പാടും, മണിച്ചേട്ടൻ്റെ പാട്ട് ഞാൻ പാടും, എന്നെ കൊണ്ട് പാടാൻ പറയും. അവിടെ അവർ പാടുമ്പോൾ പറയും മണിച്ചേട്ടൻ്റെ ഫിഗറോ ശബ്ദം ഒന്നും എനിക്ക് മണിച്ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, നിനക്ക് നിലംപൊത്തി വീണാലും നമുക്കൊക്കെ സ്റ്റേജിൽ കയറാം, കാരണം ഇവിടെ പൊട്ടിയാലും കുഴപ്പമില്ല. ഫിഗറും ഇതിനുമുള്ളൊരു വ്യത്യാസം അതാണ്. അപ്പോൾ ഒറിജിനൽ എവിടെയും കയറി പാടാം. ഇന്ന് വരെ അങ്ങനെ മണിച്ചേട്ടൻ്റെ പാട്ട് പാടാന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ കഴിവിൽ എന്തെങ്കിലും ഒരു അംശവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മളത് പ്രകടിപ്പിച്ച് മുന്നോട്ട് വരണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് പാട്ടുകൾ കലാഭവമണിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ വിരലെണ്ണാവുന്ന പാട്ട് അതന്നെ അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ആ എണ്ണത്തിലല്ല ഗുണത്തിലാണ് കാര്യം എന്ന് പറയുന്ന പോലെ ആ എഴുതിയ പാട്ടുകളൊക്കെ വലിയ ഹിറ്റായിരുന്നു. അതിൽ കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള, കുറച്ച് സ്ലോ ആയിട്ടുള്ള, ഇപ്പോൾ മറ്റേ ഓട്ടോപ്പാട്ടാണെങ്കിൽ കുറച്ച് ബീറ്റൊക്കെ ഉള്ള ഭയങ്കര താളമുള്ള ഭയങ്കര സ്പീഡുള്ള സോങ് ആയിരുന്നു. അപ്പോൾ പക്ഷേ ഈ സോങ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്ന, ഇപ്പോൾ മിന്നാമിനിങ്ങ എന്നുള്ള പാട്ട് മണിച്ചേട്ടനെ ഓർക്കുമ്പോൾ എല്ലാവരും പാടുന്നൊരു പാട്ടാണ്. പക്ഷെ അതുപോലെ വളരെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ് ആണത്. അവർക്ക് സാറേ അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ ഒരാൾ വിട്ടുപോയാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും? കേരളം മുഴുവനും എന്ത് പറ്റി, ആ എന്ത് പറ്റി എന്നൊരു തോന്നൽ എനിക്കും ഉണ്ടാവില്ല സാറേ. അങ്ങനെ എഴുതിയ പാട്ടാണത്. ആരു ചതിച്ച ചതിയോ പൊന്നെ ദൈവം വിധിച്ച വിധിയോ, ഞങ്ങളുടെ ഉള്ളിലെത്തിയൊന്നണയ്ക്കാൻ നേരൊന്നു കാട്ടണം ദൈവേ. പാടിയ പാട്ടൊന്നു കേട്ടാൽ പഴയോർമ്മ പുതുക്കണ് പൊന്നേ, ചേലുള്ള പാട്ടുകൾ പാടാൻ ഈ മണ്ണിലാരുണ്ട് മുത്തേ. മണ്ണിൻ മണമുള്ള പാട്ട് ഇനി പാടിത്തരാനാര്, മൺമറഞ്ഞെങ്ങു നീ പോയി മാനത്തിരിക്കണ മുത്തേ,
മാനത്തിരിക്കണ മുത്തേ. ഭയങ്കര ആർദ്രമായിട്ടുള്ളൊരു ഈണവും വരികളും ഒക്കെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തോട് ഇത്രയും അടുപ്പമുള്ള താങ്കളെ സംബന്ധിച്ച് അത് പാടി തീരുമ്പോൾ തന്നെ കണ്ടു നിറഞ്ഞു പോകും. പക്ഷെ അതുപോലെ തന്നെ എൻ്റെ ശരീരം തന്നെ അതെ 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 അതുപോലെ തന്നെ ഒരുപാട് മലയാളികൾ അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്കൊക്കെ എപ്പോൾ കേട്ടാലും ആ ഓർമ്മകളിലേക്ക് നമ്മൾ അറിയാതെ കൊണ്ടുപോകുന്ന ഒരു പാട്ട് കൂടിയാണ്. അതെ അതെ മണിച്ചേട്ടന്റെ ഇപ്പൊ ഒരു 3 പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ, അല്ലെങ്കിൽ അദ്ദേഹം പാടിയാൽ തന്നെ പാട്ടുകൾ അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തുള്ളൂ എന്ന് തോന്നിക്കുന്ന പാട്ടുകൾ. വേറെ മണിച്ചേട്ടൻ പാട്ടുകൾ ഏതൊക്കെയായിരുന്നു താങ്കളുടെ ഒരു തൂലികയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, പിന്നെ ശബരിമലയിൽ വാഴും പരമ്പൊരുളേ ശരണം ആടിപ്പാടി ഞങ്ങൾ വരുന്നേ, അത് മണിച്ചേട്ടൻ തന്നെ ഞാൻ എഴുതി ഏട്ടൻ പാടിയത്. മാരുതി കാസറ്റ്സിന് അതിനു വേണ്ടിയിട്ടാണ്. അന്നക്കാവടി, ആർമുഖക്കാവടി, ചിന്നക്കാവടി, ചിത്തിരക്കാവടി, ആനന്ദമായുള്ളൊരു അത്ഭുത കാവടി, പൊന്മുരുക നിന്റെ പാൽക്കാവടി. അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന സാധനങ്ങളാണ്. മലയാളക്കരയിലെ മണി കണ്ട ഭഗവാനെ, മലമേലെ ജ്വലിക്കുന്ന മാണിക്യമേ, മലയിൽ വിളങ്ങുന്ന മണിവിളക്കേ. ഇതൊക്കെ ഞാൻ ചെയ്ത പാട്ടുകളാണ് ഇതൊക്കെ. പക്ഷെ ഓട്ടപ്പാട്ടുകൾ ഇതൊക്കെ അടിപ്പോയി. അത് ഒന്നും നമുക്കത് മതി. മണിച്ചേട്ടൻ ഇപ്പോൾ 1000 പാട്ട് എഴുതി 100 പാട്ട് എഴുതൊന്നും പറയാൻ നമുക്ക് ഇതൊന്നുമില്ല. ഏട്ടന് പാട്ട് എഴുതി കൊടുത്തു. മാരുതി കാസറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു ഈ പാട്ടുകൾ. മാരുതി കാസറ്റ്സും കലാഭവമണി നമ്മളൊരു ആത്മബന്ധം വളരെ വളരെ പ്രശസ്തമാണ്. നമ്മൾ കേട്ടു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു തൂശമുക്കുന്താരോ എന്നുള്ള കാസറ്റ് അവരാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഒരു 95-96 സമയത്ത്. അത് ആ കാസറ്റ് വരുന്നു. പിന്നീട് ഒരുപാട് പാട്ടുകളിലൂടെ, ഒരുപാട് അയ്യപ്പ ഭക്തി ഗാനങ്ങളിലൂടെ അതൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. കാരണം നാടൻ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, നാടൻ പാട്ട് എഴുതാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, അവർക്കൊക്കെ വലിയൊരു ഊർജം തന്നെയായിരുന്നു ഈ പാട്ടുകൾ. അതോടൊപ്പം തന്നെ ഭക്തിഗാനങ്ങൾ പാടും. ആ സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്ന വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശുദാസിനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഗായകൻ, അത് അദ്ദേഹം ഒരു തമാശക്ക് പറഞ്ഞതാണ്. പക്ഷെ അതുപോലും അദ്ദേഹത്തിന് വലിയൊരു അഹങ്കാരമായിട്ട് കരുതിയവരുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം കൈരളിയുടെ ഒരു പ്രോഗ്രാമില് ദാസേട്ടനും SPB സാറും ഇരിക്കുന്ന ഒരു വലിയ സദസ്സിൽ അവരിയ്ക്കുന്നു. അദ്ദേഹം പാടുന്ന ഒരു സീക്വൻസ്, അതിൽ ഇവര് രണ്ടുപേരും അദ്ദേഹത്തോട് അത്രയും അടുപ്പം പുലർത്തുന്ന നമ്മൾ ഭാഗ്യല്ലേ. ഇതുപോലൊരു ആൾ ഇനിയുണ്ടോ? പിന്നെ ഇപ്പം ഞാൻ ഇഷ്ടം പോലെ പാട്ടുകൾ പാടിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ, എൻ്റെ പാട്ടുകളും അതുപോലെ തന്നെ. അപ്പോൾ എനിക്ക് സ്റ്റേജിൽ പോയാലും ഒരു 4 പാട്ട് എൻ്റെ ആണെങ്കിൽ, ഒരു 3 പാട്ട് എൻ്റെ ആണെങ്കിൽ ഏട്ടൻ്റെ 4 പാട്ട് പാടാം. 7 പാട്ട്, ഒരു 3 എൻട്രി 4 എൻട്രിയിലൊക്കെ അങ്ങനെ ചെയ്യും ഞങ്ങൾ. അപ്പോൾ എനിക്ക് എൻ്റെതായ പാട്ടുകളും ഉണ്ട്. ഞാൻ മണിത്താമരേട്ടാ ഞാവലഞ്ചോലക്കിളി എന്ന് പറയാറുണ്ട്. ഞാവലഞ്ചോലക്കുയിലേ. അതിലേക്ക് വരാം. ഈ ഞാവലഞ്ചോലക്കിളി ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള താങ്കളുടെ ഒരു പാട്ടായിരുന്നു. അതെ അതെ അതെ. അതിന്റെ വരികളും ആലാപനം അഭിനയിച്ചതും ഒരുപാട് മില്യൺ വ്യൂസ് ആണ് യൂട്യൂബിലൊക്കെ ഉള്ളത്. പിന്നെ പലരും അതിന്റെ റീൽസും അതിന്റെ പല വെർഷൻസും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് അതിന്റെ ഫുൾ പവർ പാക്കഡ് ആയിട്ട് നമുക്കിപ്പോ ഒന്ന് കേൾക്കാം. ഞാവലഞ്ചോലക്കുയിലേ നീ ഞാവളപഴം കൊത്തിക്കഴിച്ചോ, പുന്നാര തങ്കമയിലേ എന്നെ വിട്ടു നീ പറന്നോ, നാണം കുണുങ്ങി മെല്ലെ വരുന്നോരു പുള്ളിക്കുയിലേ എന്നെ കാണും മുമ്പേ എങ്ങു നീ പറന്നുപോയി. രണ്ടാമത്തെ സ്റ്റാൻസും ഭയങ്കര രസമാണ്. അപ്പൊ അതുകൂടി ഒന്ന്. ആരാരും കാണാതെ നീ കയ്യത്ത കൊമ്പത്തൊരു പുന്നാര കൂടൊരുക്കി, കള്ള കണ്ണോണ്ട് എന്നെ നോക്കി കുയിൽനാദം പാടി എന്നെ നീ പാട്ടിലാക്കി, ചിങ്കാരി കുരുവി കരിമാടി കുട്ടനൊരു പുന്നാര പാട്ടു തരുമോ. ഈ കുരുവി ഒരു ഈ പറഞ്ഞ പോലെ കുരുവിയുടെ ഇതെന്ത് കുരുവിയാണെന്ന് നമ്മുടെ മനസ്സിലൊരു പെട്ടെന്ന് ഇപ്പൊ മലയാളത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ചില പാട്ടുകളുണ്ടല്ലോ. ഇപ്പൊ ചില പൂവുകള്, ചില കിളികളൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ ചീരപ്പൂവ്, അപ്പൊ ചീരപ്പൂ കാണാത്ത ചീരയ്ക്ക് അങ്ങനെ ഒരു പൂവുണ്ടോ എന്നൊക്കെ ഇപ്പോഴത്തെ തലമുറയിലൊക്കെ പെട്ടെന്ന് ചോദിക്കും. പല സംഭവങ്ങൾ അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ചീരപൂത്ത് നിൽക്കുന്നത്. അപ്പൊ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികള്, അങ്ങനെ പലതരം. ഇത് പക്ഷെ ഇവിടെ ഒന്നും കണ്ടുമുട്ടാത്തൊരു ഒരു കിളി അല്ലെങ്കിൽ ഒരു കുരുവിയാണ് ഇപ്പൊ ഈ പാട്ടില്. അത് കേട്ട ഒരു പഴത്തിന്റെ പേര് അല്ലേ? അതായത് നാവളും പഴം. അതെന്താണ് സാർ ശരിക്കും ഒന്ന് പറയൂ? എനിക്ക് ഞാവൽപ്പഴമില്ലേ, ഞാവൽപ്പഴത്തിന് പറയുന്ന കൊളോക്കിയൽ വേർഡാണ് അത്. പാലക്കാടുകാർ ഇങ്ങനെ പറയുന്നത് നാവളും പഴം. നാവളും പഴം. ഇതാണ് നമുക്ക് നിങ്ങൾക്കുള്ള വ്യത്യാസം, തൃശ്ശൂർ പാലക്കാടുള്ള പ്രശ്നം. അപ്പോൾ
ഞങ്ങൾ ചെറുപ്പത്ത് ഇപ്പം ഞാൻ തേപ്പ് പണി ചെയ്യുന്ന കാലത്ത് പട്ടയംപാടം പറഞ്ഞ സ്ഥലത്ത് ഞാവലും ചോല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പണിക്ക് പോണത്. ഞാവലും ചോല അവിടെ അവർ ഞാവലൻ ചോല എന്നാണ് ശരിക്കും എഴുതി വരേണ്ടത്. ഈ ഞാവൽപ്പഴമാണെങ്കിൽ എന്ത് വരണം, ഞാവലൻ ചോല എന്നാണ് പറയുന്നത്. അവിടെ ഉള്ളവരും വേണം നാവളും ചോല എന്നാണ്. അപ്പോൾ ഈ നാവള് പഴം വീഴും, ഈ കറുപ്പ് സാധനം നമ്മൾ തിന്നു കഴിഞ്ഞാൽ നാവിൽ തന്നെ നല്ല വിലയാണ് അതിന്. അതിങ്ങനെ കിളികൾ കൊത്തി കിട്ടും. അപ്പോൾ ഞാൻ അവിടെ കയ്യും കാലൊക്കെ കഴുകാൻ പോകും. ആ സമയത്ത് കിട്ടിയൊരു സാധനം അപ്പോൾ ഈ സാധനം അങ്ങനെ കൊത്തുന്നത് ഭയങ്കര രസമാണ്. എനിക്കത് രാവിലെ പോയ വൈകുന്നേരം വരെ ഇത് കേൾക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു പാട്ടാണ് ശരിക്കും ഞാവൽ പഴമാണ്. അത് ഒരുപാട് പേര് അത് ട്രോൾ ചെയ്ത് ഈ കിളിക്ക് ആ പേരിട്ടത് ജാവല് കൊത്തി തിന്നുണ്ടോണ്ട് അങ്ങനെ ഒരു പേരിട്ട് വെച്ച്, അങ്ങനെ ഒരു കിളിയില്ല. ഇല്ല ശരിക്കും സംഭവം അതാണ്. കിളി ഈ പഴം കൊത്തി. അപ്പൊ ഇവിടെയുള്ള വല്ല കിളികൾക്ക് പാലക്കാട് സൈഡിൽ ഇങ്ങനെ വല്ല പേര് വിളിക്കണ്ടോന്ന് അറിയില്ല. അല്ല അത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാവായിരിക്കും സാറേ. ഇത് സംഭവം ഈ ഞാവലും ചോലയിൽ വന്ന കിളിയാണ്. അത് ഏത് കിളിയാവട്ടെ, എനിക്ക് കിട്ടിയ സംഭവം ഞാവലും ചോല കിളിയെ ഞാവലും ചോല അങ്ങനെ ഒരു കിളി സെപ്പറേറ്റ് ഈ പ്രകൃതിയിൽ അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ്. അത് എടുത്തിട്ട് പക്ഷെ 9 പാട്ട് എഴുതി 10ാമത്തെ പാട്ട് വേണ്ടാന്ന് വെച്ച പാട്ട് എടുത്ത് പാടിയതാ. അത് ഭയങ്കര സൂപ്പർ ഹിറ്റ്.